ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അബുദാബിയിൽ ഗോൾഡൻ ചാൻസിലൂടെ എങ്ങനെ ലൈസൻസ് കിട്ടാമെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഞാനിന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ടെസ്റ്റിനായിട്ട് നമ്മുടെ കാറിലേക്ക് വരുമ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന് വിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇത് ഈ ഓർഡറിൽ തന്നെ ചെയ്യണം. ഇത് ഒരിക്കലും റോങ് ആയിട്ട് ചെയ്യരുത്. കാരണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താലേ ഉള്ളൂ, കറക്റ്റായി വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മിറർ നമ്മുടെ കാണുന്ന രീതി വെക്കാൻ പറ്റുകയുള്ളൂ. ഇത് റോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 100% ഫെയിലാവും. അതാ കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്യണം. ഫസ്റ്റിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇടണം. അതിനുശേഷം വണ്ടി ഗിയർ മാറി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡ്രൈവ് മോഡിലേക്കും, ഗിയർ ആണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്കും മാറിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഇപ്പോൾ പാരൽ പാർക്കിംഗ്, വണ്ടി റോഡിൽ തന്നെയാണ്, എമർജൻസി പാർക്കിംഗ് ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് എമർജൻസി പാർക്കിംഗ് ഓഫ് ചെയ്ത് പിന്നെ മൂവ് ചെയ്ത് കുറച്ച് സ്പീഡായതിനു ശേഷമേ ഉള്ളൂ നമ്മൾ എമർജൻസി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. അതല്ല നമ്മൾ പാർക്കിങ്ങിൽ കിടക്കണമെങ്കിൽ ഹസാർഡ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം റൈറ്റ് ആണ് റൈറ്റ്, ലെഫ്റ്റ് ആണ് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങണം. ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയ ശേഷം വണ്ടി മൂവാന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. പലരും ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്നില്ല, മറന്നു പോകുന്നു. ഒരു കാര്യങ്ങളും മറക്കരുത്. ആ സമയത്ത് മാക്സിമം നിങ്ങൾ ഓർത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഒരിക്കലും നമ്മുടെ കൂടെ ഇരിക്കുന്ന പോലീസുകാരനോട് അവരോട് ഒരു പേടിയും വേണ്ട. അവർ നമ്മളോട് ഒന്നും പറയത്തില്ല. വളരെ കൂളായിട്ട് ഓടിക്കുക. നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ലൈസൻസ് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ മറക്കാതിരിക്കുക, നിങ്ങൾ 2 മിററും 3 മിററും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടോയെന്നാണ് അവർ നോക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റുമോ, പിന്നെ സ്വന്തമായിട്ട് ഇത് ഓടിക്കാൻ, ഇത് സെൽഫായിട്ട് വണ്ടി ഓടിച്ച് പിന്നെ ആക്സിഡൻ്റ് ഇല്ലാതെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ പേടിക്കരുത്. വണ്ടി നല്ല ധൈര്യത്തോടെ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ, നല്ല കോൺഫിഡൻസോടുകൂടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് 100% കിട്ടും. വേറെ ആര് പറയുന്നത് ഒന്നും കേൾക്കണ്ട. കറക്റ്റായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക. ആ പാർക്കിംഗ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതെല്ലാം കറക്റ്റായിട്ട് ഇടുക. ഒരു ടെൻഷനും വേണ്ട. ഇത് ഭാഗ്യമോ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് 100% നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസിലൂടെ ലൈസൻസ് കിട്ടും. അത് ഉറപ്പാണ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവർ നേരത്തെ പറയും. പിന്നെ റൗണ്ട് അപ്പോട് പോകുമ്പോഴും അവർ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. വളരെ കൂളായിട്ട് പോവുക. ധൈര്യമായിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ആരും ഫെയിലാകത്തില്ല. പിന്നെ മാക്സിമം ഒരു കാര്യം ശ്രദ്ധിക്കുക. വണ്ടിയിൽ കയറുന്നത്, ബസ്സിലോട്ട് കയറുമ്പോൾ നമ്മൾ കയറുന്നതനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 4-5 ആദ്യമേ കയറുന്നയാളാണ് വണ്ടി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് എടുത്ത് റോഡിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ആകാതിരിക്കുക. ഏറ്റവും അവസാനത്തിന് മുമ്പ് നിങ്ങൾ കയറുക. നിങ്ങൾ ധൈര്യമായിട്ട് രാവിലെ വരിക. നല്ല ഫ്രഷായി കുളിച്ച് നല്ല ടിപ്പ് ടോപ്പിൽ വരിക. നല്ല പ്രസൻറ്റേഷൻ കാഴ്ചവെക്കുക സാർമാരോട്. എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല ധൈര്യമുണ്ട്, നല്ല ഇതായിട്ട് തന്നെ വണ്ടി ഓടിക്കുക. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് 100% ലൈസൻസ് കിട്ടും. നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യവും വണ്ടിയുടെ പ്രൊസീജിയർ, എങ്ങനെയാണ് വണ്ടിയെ കയറിയിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് 100% ലൈസൻസ് കിട്ടിയിരിക്കും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.